തലേ ദിവസത്തെ പുട്ട് ബാക്കി വന്നിട്ടുണ്ടെങ്കിലേ പിറ്റേ ദിവസം നമുക്കതൊരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ പുട്ട് ബാക്കി വന്നിട്ടില്ലെങ്കിലും പുട്ട് ഉണ്ടാക്കുമ്പോഴേ രണ്ടെണ്ണം മാറ്റി വെച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് ആക്കി കൊടുക്കാനൊക്കെ പറ്റിയ ഏറ്റവും പെർഫെക്റ്റാണ്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് കടായി അടുപ്പത്തേക്ക് വെച്ചെടുക്കാം. ഒലിവ് ഓയിലോ ബട്ടറോ ഇഷ്ടമുള്ളത് അങ്ങനെ ഇട്ടെടുത്തോളൂ. എന്നിട്ട് നമുക്ക് വെള്ളുള്ളി അരിഞ്ഞതും കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു കളറ് മാറി വന്നതിന് ശേഷം നമുക്ക് വലിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു വലിയുള്ളി എടുത്തിട്ടുണ്ട്, ചെറുതാണ് എടുത്തത്, വലുതാണെങ്കിൽ പകുതി മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സോസേജാണ്. സോസേജ് കുട്ടികൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ, കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും, വലിയവർക്ക് കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ചിക്കൻ എടുത്തോളൂ. ചിക്കൻ ക്യൂബ്സ്, എല്ലില്ലാത്ത ചിക്കൻ ക്യൂബ്സ് അങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഫ്രോസൺ ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് അത്ര തന്നെ ധാരാളമാണ്. അതേപോലെ തന്നെ ഒരു കപ്പ് കാബേജ് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തോളൂ. ഇനി ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റും ചേർത്ത് കൊടുത്തോളൂ. പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് എന്ന് പറയുന്നത് ഫ്രോസൺ ആണ് കേട്ടോ, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ തലേ ദിവസം എനിക്ക് പുട്ടായിരുന്നു, 2 ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് കേട്ടോ അത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് കുറച്ചൊരു ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ കൈ വെച്ചിട്ട് ശരിക്കും അതൊന്ന് പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കുള്ളൊരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ബസ്മതി റൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേവിച്ച് വെച്ച ബസ്മതി റൈസ്, അതായത് പ്ലെയിൻ റൈസാണ്, അതിലൊന്നും ചേർത്തിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ വേവിച്ച് വെക്കാറുണ്ട് കുട്ടികൾക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോഴതും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മന്തി മസാലയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെച്ചാൽ ഒരു 1/4 ടീസ്പൂൺ അതിന് ഇതിലേക്ക് ധാരാളമാണ്. നല്ലൊരു ഫ്ലേവർ നമുക്ക് ഇതിലേക്ക് കിട്ടും. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിക്ക് വറുത്തെടുക്കണം, എന്നാലേ അത് എല്ലാ സ്ഥലത്തോട്ടൊക്കെ പിടിക്കുള്ളൂ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വഴറ്റി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് എഗ്ഗ് വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3 എഗ്ഗാണ് ഞാനിവിടെ എടുത്തത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിൽ തന്നെയാണ് ചേർത്ത് കൊടുത്തത്. ബട്ടർ വേണമെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട്. അപ്പോൾ എഗ്ഗ് നല്ല പോലെ വറുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ടേക്ക് ഒന്ന് ചേർത്തിട്ട് നമുക്ക് ശരിക്കും വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് കഴിക്കുന്ന സമയത്ത് ശരിക്കും മനസ്സിലാവത്തൊന്നുമില്ല കേട്ടോ, ബാക്കി വന്ന പുട്ടാണോ എന്താണെന്ന് പോലും മനസ്സിലാവില്ല. ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്കത് ഫീലാവുള്ളൂ. പിന്നെ കുട്ടികൾക്ക് ഇത് ലഞ്ച് ബോക്സ് ആക്കിയിട്ടോ അവിടെ ഓഫീസിലോട്ടെ കൊടുത്തയക്കാനൊക്കെ ആയിട്ട് പെർഫെക്റ്റാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്യണം. ഇനിയിപ്പോൾ ലഞ്ച് ബോക്സ് അല്ലെങ്കിലും ഇടയ്ക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളി. അത്ര ടേസ്റ്റാണ്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ഇത്ര രസമുണ്ട്. ആ ചോറും പുട്ടും എല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞതിന് ശേഷം എന്തായാലും ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. പിന്നെ അതേപോലെ ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. കാണാൻ തന്നെ കണ്ടില്ല എന്ത് മൊഞ്ചാണെന്നുള്ളത്. കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് ബട്ടറൊക്കെ ഇടുകയാണെങ്കിൽ ഒന്നുകൂടെ ഫ്ലേവർ മുൻപിൽ നിൽക്കും കേട്ടോ. ഒലിവ് ഓയിൽ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കണേ. ബൈ ബൈ, അസ്സലാമു അലൈക്കും.